നമ്മുടെ ഈ ചേട്ടൻ പുതിയ തുടക്കക്കാരനാണ് യൂട്യൂബിൽ. അപ്പോൾ ആരതി വ്ളോഗ്സ് അല്ലേ, ആരതീസ് വേൾഡ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ. കളേഴ്സ് ഓഫ് ഭാരത് എന്ന ട്വിറ്റർ പേജ് ഇന്ത്യയിലെ 10 സുന്ദര ഗ്രാമങ്ങളുടെ പട്ടിക പുറത്തുവിട്ടിട്ടുണ്ട്. ആ 10 സുന്ദര ഗ്രാമങ്ങളുടെ പട്ടികയിൽ നമ്മുടെ പാലക്കാടിൻ്റെ കൊച്ചു കൊല്ലങ്കോടും ഉൾപ്പെട്ടിട്ടുണ്ട്. ആ കൊല്ലങ്കോടിൻ്റെ ഭംഗിയിലേക്കും കാഴ്ചകളിലേക്കുമാണ് നമ്മൾ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. എത്ര കണ്ടാലും മതി വരാത്ത പാലക്കാടിൻ്റെ തനിമയും ഒക്കെയുള്ള ഈ ഗ്രാമം, നെല്ലിയാമ്പതി മലനിരകൾ അതിരുകാക്കുന്ന കൊല്ലങ്കോട് ഗ്രാമം, മലകളോളം നീണ്ടു നിൽക്കുന്ന പച്ചപ്പ്, അതിനിടയിലുള്ള പഴമയുടെ വിശുദ്ധി നിലനിർത്തുന്ന അപൂർവം ഗ്രാമങ്ങളിലെ ഒന്നായിട്ടുള്ള ഈ കൊല്ലങ്കോടിൻ്റെ നെല്ലിയാമ്പതി മലനിരകളുടെ അതിരുകളെ നമുക്ക് എങ്ങനെ വർണ്ണിച്ചാലാണ് നമുക്ക് മതിയാവുക? കൊല്ലങ്കോടിൻ്റെ ഗ്രാമഭംഗി ഒരു ദിവസം കൊണ്ട് നമുക്ക് കണ്ടു തീർക്കാൻ കഴിയില്ല. അത്രയേറെ ഭംഗിയുള്ള സ്ഥലമാണ്. ഇതിൻ്റെ ഓരോ മുക്കും മൂലയും പ്രകൃതി ഭംഗിയാൽ അനുഗ്രഹീതമാണ്. ഇനി നമ്മൾ പോകുന്നത് ചിങ്ങഞ്ചിറയിലെ ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കടയിലേക്കാണ്. ചായക്കടകൾക്ക് ഒരുപാട് കഥകൾ പറയാനുണ്ട്. ചെല്ലഞ്ചേട്ടനൊക്കെ പ്രശസ്തമായി കൊണ്ടിരിക്കുകയാണ്. കൊല്ലങ്കോടിൻ്റെ ഗ്രാമഭംഗിയും അത് അതേപടി നിലനിർത്തുന്ന ചായക്കടയൊക്കെ ചേർത്തിട്ടുള്ള അതിമനോഹരമായ സ്ഥലം. ആ മനോഹരമായ സ്ഥലത്തേക്കും ചായക്കടകളിലേക്കുമാണ് നമ്മൾ പോകുന്നത്. അതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് കാണാം. ഇതാണ് ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കട. ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കട പനയോല കൊണ്ട് മേഞ്ഞ ചെറിയൊരു കടയാണ്. പ്രധാന വിഭവം ഇഡ്ഡലിയും സാമ്പാറും ചട്നിയും ഒക്കെ ഉള്ളത്. ആവി പറക്കുന്ന ഇഡ്ഡലിയോടുകൂടെ ചമ്മന്തി, സാമ്പാർ, ചട്നി എന്നിവയൊക്കെ നമുക്ക് കിട്ടും. അതിൻ്റെ കൂടെ ചമ്മന്തിപ്പൊടിയും ഉണ്ടായിരിക്കും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ്. ചെല്ലഞ്ചേട്ടൻ അവിടെ നല്ല തിരക്കിലാണ്. ഒരുപാട് ആൾക്കാർ അവിടെ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതലൊന്നും സംസാരിക്കാതെ, അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കാതെ, അവസാനം ഒരു ഉഴുന്നുവടയും ഒരു പരിപ്പ് വടയും യാത്ര തുടരുകയാണ്. അടുത്ത ഡെസ്റ്റിനേഷനായിട്ടുള്ള കളപ്പുരയിലേക്കാണ് പോകുന്നത്. ചുരുങ്ങിയ റോഡുകളാണ്. വരുന്നവർ ശ്രദ്ധിക്കേണ്ടത് വളരെ ശ്രദ്ധാപൂർവം മാത്രമേ ഇതിൽ പോകാൻ പറ്റുള്ളൂ. വയലുകളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ചെറിയൊരു കളപ്പുര, അതിനോട് ചേർന്നിട്ടുള്ള വയലുകൾ, ഇതൊക്കെയാണ് ഇനി ഇവിടെ കാണാനുള്ളതെന്ന് പറഞ്ഞിട്ടുള്ളത്. നെല്ലിയാമ്പതി മലനിരകൾക്കിടയിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളച്ചാട്ടങ്ങൾ പല പല തുള്ളികളായി ചേർന്ന്, പല പല ഒഴുക്കുകളായി ചേർന്ന് കൊല്ലങ്കോടിൻ്റെ ഹൃദയത്തിലേക്ക് ഊർന്നിറങ്ങുന്നുണ്ട്. അവയൊക്കെ ഇതിൻ്റെ ഈ ഗ്രാമത്തിൻ്റെ ഭംഗി കൂട്ടുന്നുണ്ട്. നമുക്ക് കാഴ്ചകൾ ഒരുക്കിക്കൊണ്ട് ഇവയൊക്കെ നമ്മ ഇങ്ങനെ മാടി വിളിക്കുകയാണ്. ഇപ്പോൾ നമ്മളുള്ളത് പാലക്കാടിൻ്റെ കൊല്ലങ്കോടിൻ്റെ ഹൃദയഭൂമിയിലുള്ള പെരിങ്ങോട്ടുശ്ശേരി കളത്തിന് സമീപമാണ്. നിങ്ങൾ കാണുന്നില്ലേ ചുറ്റുപാടും എത്ര മനോഹരമായിട്ടുള്ള നെല്ലിയാമ്പതി മലനിരകൾ, അതിൻ്റെ ചുറ്റും മലകൾക്കതിർത്തി പങ്കിട്ടുകൊണ്ട് വയലുകൾ ഇങ്ങനെ അത്തം വരെ നീണ്ടു കിടക്കുന്നുണ്ട്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത, ഈ നെൽപ്പാടങ്ങൾക്കിടയിൽ മാവ് കൃഷിയും കൂടി ചെയ്തിട്ടുണ്ട്. മാവിൻ്റെ കൃഷി കാണാം, കണ്ട അവിടെയൊക്കെ എന്നുള്ള മാവിൻ്റെ കൃഷി ഇങ്ങനെ ചെയ്തതായിട്ട് കാണാം. ഇതപ്പോൾ എനിക്ക് തോന്നുന്നു കേരളത്തിൽ മറ്റൊരു സ്ഥലത്തും ഈ നെൽപ്പാടങ്ങൾക്കിടയിൽ മാവിൻ്റെ കൃഷി ചെയ്തിട്ടുള്ള സ്ഥലങ്ങൾ നമുക്ക് വേറെ ഉണ്ടോ എന്ന് തോന്നില്ല. അത് ഇവിടുത്തെ ഒരു വല്ലാത്തൊരു പ്രത്യേകതയാണ്. അതോടൊപ്പം തന്നെ പാലക്കാടൻ കാറ്റ് എമ്മാതിരി കാറ്റാണ്. നമ്മുടെ സിനിമയിലൊക്കെ പറയുന്നുള്ള ഈ കാറ്റേറ്റ് കഴിഞ്ഞാൽ ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റില്ല എന്ന് പറയും. പക്ഷേ ഈ കാറ്റേറ്റ് കൊണ്ട് ഈ ചുറ്റുമുള്ളതൊക്കെ കണ്ട് ആസ്വദിക്കാൻ നമുക്ക് പറ്റണം. അത്ര മനോഹരമായിട്ടുള്ള, ഇത്രയും ഭംഗിയുള്ള ഒരു പ്രദേശം, എന്താ പറയണ്ട, നമുക്ക് വർണ്ണിക്കാൻ പോലും പറ്റാത്ത അത്രയും മനോഹരമായിട്ടുള്ള ഈ സ്ഥലം. പെരിങ്ങോട്ടുശ്ശേരി കളത്തിന് സമീപത്തുള്ള കാഴ്ചകളെ ഒക്കെ കണ്ടുകൊണ്ട് ഇനി നമ്മൾ പോകുന്നത് നമ്മുടെ ചിങ്ങഞ്ചിറ പ്രകൃതി ക്ഷേത്രത്തിലേക്കാണ്. വളരെ മനോഹരമായിട്ടുള്ള, ഒരുപാട് സിനിമകൾക്കൊക്കെ ലൊക്കേഷനായിട്ടുള്ള ചിങ്ങഞ്ചിറ പ്രകൃതി ക്ഷേത്രം. ഒരുപാട് ആൽമരങ്ങൾ ചേർന്നുകൊണ്ട്, ആ ആൽമരങ്ങളിലൊക്കെ അതിമനോഹരമായ വേരുകളൊക്കെ ചേർന്നിട്ടുള്ള വളരെ തണലും ശാന്തമായ കാറ്റും ഒക്കെ ചേർന്നിട്ട നല്ലൊരു അന്തരീക്ഷമുള്ള പ്രകൃതി ക്ഷേത്രമാണ് ഇവിടെ ഉള്ളത്. ഇത്
ഈ രീതിയിൽ കാത്തു സൂക്ഷിക്കാൻ അല്ലെങ്കിൽ ഈ രീതിയിൽ നമുക്ക് അനുഭവിക്കാൻ തന്നെ പറ്റുക എന്ന് പറയുന്നത് തന്നെ വളരെ ഭാഗ്യമുള്ളതാണ്. ചിങ്ങഞ്ചിറ പ്രകൃതി ക്ഷേത്രത്തിലെ വഴിപാടുകൾ, നമുക്ക് എന്താണോ ആഗ്രഹം ആ ആഗ്രഹത്തിനുള്ള ചെറു മാതൃക നമ്മൾ പല ആൾക്കാരും വീടുകൾ മറ്റു പല സാധനങ്ങളും ഇവിടെ സമർപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ചിട്ട് എന്താണോ നമ്മുടെ ആഗ്രഹം ആ ആഗ്രഹത്തിൻ്റെ ചെറു മാതൃക ഇവിടെ സമർപ്പിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് പിന്നീട് ലഭിക്കും, അല്ലാതെ നമ്മുടെ ആ ആഗ്രഹം പൂർത്തീകരിക്കുമെന്നാണ് ഇവിടുത്തെ ഐതിഹ്യം. അതിൻ്റെ മാർഗമായിട്ടാണ് എല്ലാ ആൾക്കാരും ഇവിടെ അവരുടേതായ ആഗ്രഹങ്ങൾക്കനുസരിച്ചുള്ള ചെറു മാതൃകകൾ ഇവിടെ സമർപ്പിക്കുന്നത്. അമ്മയുടെ വിശ്വാസപ്രകാരം, അമ്മയുടെ ഭക്തി പ്രകാരം ഇത് പ്രാർത്ഥിച്ചിട്ട് മടങ്ങി വരുന്നുണ്ട്. അതേപോലെ ഇവിടെ കണ്ടിട്ടുള്ള മറ്റൊരു കാഴ്ച, ഇവിടെ ആൾക്കാർ കോഴിയെ സമർപ്പിച്ചിട്ട് ആ കോഴിയെ ഇവിടെ നിന്ന് തന്നെ കൊന്ന് കറി വെച്ച് അല്ലെ ചുട്ട് കഴിക്കുന്ന ഒരു സംഭവം കൂടി നമുക്കിവിടെ കാണാൻ പറ്റിയിട്ടുണ്ട്. അത് നമ്മുടെ അറിവിലില്ലാത്ത സംഭവമായിരുന്നു. നമ്മളിവിടെ വന്നപ്പോൾ ആണ് നമ്മളത് കണ്ടിട്ടുള്ളത്. ഇത് നമുക്കൊരു പുതിയ അറിവാണ്. നമ്മൾ അടുത്തതായിട്ട് പോകുന്നത് വെള്ളരിമേട് വെള്ളച്ചാട്ടത്തിലേക്കാണ്. വളരെ പ്രശസ്തമാണ് വെള്ളരിമേട് വെള്ളച്ചാട്ടം. അതോടൊപ്പം തന്നെ അപകടം പിടിച്ചു. കാരണം കഴിഞ്ഞ ദിവസം ഏതോ ഒരാൾ ആ വെള്ളച്ചാട്ടത്തിൽ മരണപ്പെട്ടു എന്നുള്ള വാർത്ത ഉണ്ടായിട്ടുണ്ട്. എന്തായാലും നമ്മൾ അങ്ങോട്ട് പോയി നോക്കുക. അധികം റിസ്കിനൊന്നും നമ്മൾ തയ്യാറല്ല. വെള്ളരിമേടിലേക്കുള്ള യാത്ര നോക്കിയേ, എന്താ ഭംഗി, ഒരു രക്ഷയില്ല കേട്ടാ. എന്താ പറയണ്ടേ, നമ്മൾ ക്യാൻവാസിൽ ചിത്രകാരന്മാർ ചിത്രം വരച്ച് വെച്ചതിനേക്കാൾ ഭംഗി. ആ ഒരു ലെവലിലാണ് നമ്മളെ ഈ ഭംഗി, ഒരു രക്ഷയില്ല കേട്ടാ. നമുക്കൊക്കെ എന്താ പറയണ്ടേ, ആത്മസംതൃപ്തിയുടെ അങ്ങേയറ്റം എന്നൊക്കെ പറയുന്ന ഒരു സംഭവമാണ് ഈ യാത്ര എന്നൊക്കെ പറയുന്നത്. വെള്ളരിമേടിലേക്ക് എത്തുന്നേയുള്ളൂ. വെള്ളച്ചാട്ടത്തിൻ്റെ വഴിയിലേക്കുള്ള കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നുള്ളത്. എന്ത് ഭംഗി എന്നാ പറയണ്ടേ, നമുക്കൊന്നും പറഞ്ഞിട്ട് നമ്മളെ കൊണ്ട് പറ്റില്ല ഇത് പറഞ്ഞു തീർക്കാൻ. ഇതിൻ്റെ ഒരു വർണ്ണിച്ച് തീർക്കാൻ നമുക്ക് പറ്റില്ല. ഒരു വശത്ത് പച്ചപ്പാർന്ന വയൽ, മറുവശത്ത് നെല്ലിയാമ്പതി മലനിരകൾ, അങ്ങകലെ പ്രകൃതി ഭംഗി ചിത്രത്തിൽ ഇങ്ങനെ വരച്ച് വെച്ചിരിക്കുക. അസാധ്യം. അപ്പോൾ ഇതാ നമ്മൾ വെള്ളരിമേട് എത്തിയിട്ടുണ്ട്. ഇനി വെള്ളച്ചാട്ടത്തിലേക്കുള്ള യാത്രയിലാണ്, നടത്തത്തിലാണ്. ഇതാണ് വെള്ളരിമേട് വെള്ളച്ചാട്ടം ഒഴുകി വരുന്ന സ്ഥലം. ഇതിൻ്റെ പ്രധാന ഭാഗം അപ്പുറത്താണ്. വളരെ ദൂരെ നമുക്ക് കാണാൻ പറ്റും. വളരെ ദൂരത്ത് കാണുന്ന ഈ വെള്ളച്ചാട്ടം ഉണ്ടല്ലോ, ഇതാണ് വെള്ളരിമേട് വെള്ളച്ചാട്ടം. ഇത് കാട്ടിലേക്ക് കൂടി 1-2 കിലോമീറ്ററോളം ദുർഘടമായ വഴിയിലേക്ക് കൂടി യാത്ര ചെയ്താലേ എത്തിച്ചേരുമെന്നാണ് ഇവിടുന്ന് പറഞ്ഞിട്ടുള്ളത്. ഫാമിലിയുമായി വന്നതുകൊണ്ട് ഇവരെല്ലാവരുമായിട്ട് അത്രയും ദൂരം കാട്ടിലേക്ക് കൂടി നടന്നു പോകാനുള്ളൊരു ബുദ്ധിമുട്ടുമുണ്ട്. തൽക്കാലം ആ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്കുള്ള വഴി നമ്മൾ ഒഴിവാക്കുകയാണ്. നമ്മൾ വെള്ളരിമേട് വെള്ളച്ചാട്ടത്തിലേക്കുള്ളത് ശ്രമം നമ്മൾ ഉപേക്ഷിക്കുകയാണ്. റിസ്ക് എടുക്കാനുള്ള ഇത് നമ്മൾ എന്തായി കഴിഞ്ഞാലും ചെയ്യുന്നില്ല. അപകടം പിടിച്ച വഴികൾ പരമാവധി ഒഴിവാക്കുക, യാത്രകൾ പരമാവധി ആനന്ദകരമാക്കുക, അതാണ് നമ്മുടെ പോളിസി. അപ്പം അത്രയും ദൂരത്തേക്കുള്ള ആ ഒരു യാത്ര ഒഴിവാക്കുകയാണ്. ഇതിൻ്റെ ദൂരം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാനിത് സൂം ചെയ്യുന്നുണ്ട്. ഇത്രയും ദൂരെയാണ്. ഇത്രയും ദൂരെയുള്ളതാണ് ഈ വെള്ളച്ചാട്ടം. സൂം ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് പ്രശസ്ത യൂട്യൂബറായ നേപ്പാളി മല്ലു കപ്പിളിനെ കണ്ടുമുട്ടിയിട്ടുണ്ട്. നേപ്പാളി മലയാളി കപ്പിളിലെ നേപ്പാളി മലയാളി കപ്പിളിൻ്റെ ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. ഇത് പേരെന്താണ്? പേര് അലക്സ്. അലക്സ് അപ്പോൾ ആണ് നമ്മുടെ കൂടെ ഉള്ളത്. ഹലോ, നമുക്ക് അപ്പോൾ നമ്മുടെ കൂടെ ഉണ്ട് ഇവരൊക്കെ. എന്താണ് നമ്മുടെ ആദ്യമായിട്ട് കണ്ടുമുട്ടിയാൽ നമുക്ക് വളരെ സന്തോഷം. നമ്മുടെ ചാനൽ കാണുക. നമ്മുടെ ഈ ചേട്ടൻ പുതിയ തുടക്കക്കാരനാണ് യൂട്യൂബില്. അപ്പോൾ ആരതി വ്ളോഗ്സ് അല്ലേ, ആരതീസ് വേൾഡ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ. നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനായ താമരപ്പാടത്തേക്ക് പോവുകയാണ്. അതിനിടയിൽ നമ്മളെ മഴ നന്നായിട്ട് പെയ്യുന്നുണ്ട്. പക്ഷേ മഴ നമ്മളെ സമ്മതിക്കുമോ എന്നുള്ള ഒരു സംശയത്തിലാണ് നമ്മളുള്ളത്. നമ്മൾ ഏതാണ്ട് താമരപ്പാടത്തിനടുത്തെത്തിയിട്ടുണ്ട്. താമരപ്പാടത്തിൽ താമരയുണ്ടോ അല്ലെങ്കിൽ വെറും പാടമാണോ എന്ന് അറിയില്ല. നിറയെ വണ്ടികളാണ്. എത്രത്തോളം അങ്ങോട്ടേക്ക് പോകാൻ പറ്റുമെന്നും അവിടെ കാഴ്ചകൾ കാണാൻ പറ്റുമെന്നും അറിയില്ല. ശക്തമായി മഴ പെയ്യുന്നുണ്ട്.
അതിശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് താമരപ്പാടം. താമരപ്പാടം താമരയില്ലാത്ത പാടാട്ടോ. നെൽപ്പാടങ്ങൾ ഒക്കെയുള്ള നിരന്ന് കിടക്കുന്ന ഈ വ്യൂ പോയിൻ്റുകളാണ് താമരപ്പാടം. ഈ സ്ഥലത്തിൻ്റെ പേരാണ് താമരപ്പാടം. നമ്മുടെ അടുത്ത സ്ഥലം സീതാർകുണ്ട് വെള്ളച്ചാട്ടമാണ്. സീതാർകുണ്ടിലേക്കുള്ള വഴിയാണ്. ചെറിയ റോഡാണ്. ഒരു വലിയ വണ്ടി അതിൽ നിന്ന് ഇങ്ങോട്ട് വന്നാൽ നമുക്ക് സൈഡ് കൊടുക്കാൻ പോലും പ്രയാസമാണ്. റോഡ് പക്ഷേ വലിയ കുഴപ്പം കാണില്ല, ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്. സീതാർകുണ്ടിലേക്കുള്ള റോഡ് മോശമില്ല എന്ന് പറഞ്ഞത് ഞാൻ തിരിച്ചെടുത്തു. ഒരു സ്ഥലം കഴിഞ്ഞതോടുകൂടിയിട്ട് റോഡിൻ്റെ അവസ്ഥ വളരെ മോശം, വളരെ പരിതാപകരം. ഒരു വണ്ടിക്ക് മാത്രം കടന്നു പോകാൻ പറ്റുന്ന വഴിയും അതോടൊപ്പം വളരെ മോശമായ റോഡും. യാത്ര എന്ന് പറയുന്നത് അതിദുഷ്കരമാണ്. രണ്ട് സൈഡിൽ കൂടി ഒരു വണ്ടിക്ക് മാത്രം പോകാൻ പറ്റുന്ന കഷ്ടി വഴി. അതിലൂടെ രണ്ട് വണ്ടികളൊക്കെ പോകുക എന്ന് പറയുന്നത് വളരെ വളരെ പരിതാപകരം. സീതാർകുണ്ട് വെള്ളച്ചാട്ടത്തിലേക്കുള്ള വഴി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കുളിക്കാനും ഒക്കെയുള്ള സൗകര്യം ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ നോക്കാം എങ്ങനെയുണ്ട് ഈ വെള്ളച്ചാട്ടം എന്നുള്ളത്. ഗംഭീരമാണെന്നാണ് അഭിപ്രായം. അത്ര തിരക്കുമുണ്ട്. ഇത്രയധികം തിരക്കുണ്ടാകണമെങ്കിൽ എന്തായിക്കഴിഞ്ഞാലും അതത്ര മോശമാവാനുള്ള വഴിയില്ല. നോക്കാം നമുക്ക്. ഇതാണ് സീതാർകുണ്ട് വെള്ളച്ചാട്ടം. ഇപ്പം നല്ല മഴയും ഒഴുക്കുമായതുകൊണ്ട് ആൾക്കാരോട് ഇറങ്ങുന്നതിന് നിയന്ത്രണമുണ്ട്. കുട്ടികൾക്കൊന്നും ഇറങ്ങാൻ പറ്റില്ല, വലിയ ആൾക്കാർക്ക് മാത്രമേ വേണമെങ്കിൽ ഇറങ്ങണ്ടൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതീവ അപകട സാധ്യതയുണ്ട്. ശ്രദ്ധിച്ച് മാത്രം ഇറങ്ങേണ്ട സ്ഥലമാണ്. നല്ല മഴയൊക്കെ പെയ്തതുകൊണ്ട് ബുദ്ധിമുട്ടുകളുണ്ട്. നല്ല ഒഴുക്കുണ്ട്. നല്ല വെള്ളച്ചാട്ടമാണ്. ആൾക്കാരൊക്കെ കുളിക്കുന്നുണ്ട്. ചെറിയ കുട്ടികളെ തീരെ ഇറക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അടിപൊളി വെള്ളച്ചാട്ടമാണ്. അതിശക്തമായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലത്തെ മഴയുണ്ട്, ഇന്നും നന്നായിട്ട് മഴ പെയ്തതുകൊണ്ട് നല്ല ഫോഴ്സാണ് വെള്ളത്തിന്. സാധാരണ എല്ലാ ആൾക്കാർക്കും ഇറങ്ങാൻ പറ്റുന്ന അപകടരഹിതമായൊരു സ്ഥലം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇത് നല്ല ഒഴുക്കാണ്. അതുകൊണ്ട് ചെറിയ കുട്ടികളെ കൊണ്ടൊക്കെ ഇറങ്ങുന്നതിനും ബുദ്ധിമുട്ടാണ്. അതേപോലെ വലിയ ആൾക്കാരും ഇറങ്ങുകയാണെങ്കിൽ വളരെ ശ്രദ്ധിച്ച് മാത്രം ഇറങ്ങേണ്ട സ്ഥലമാണിത്. ഒഴുക്കിൽപ്പെടാനോ അപകട സാധ്യതയൊക്കെ ഉള്ളതുകൊണ്ട് എന്തായിക്കഴിഞ്ഞാലും ഇറങ്ങണ്ടെന്ന് കരുതുന്നു. ഒരുപാട് വെള്ളച്ചാട്ടങ്ങളിൽ പോയി, കാപ്പിമല, കാഞ്ഞിരക്കൊല്ലി, ശശിപ്പാറ വെള്ളച്ചാട്ടങ്ങൾ, തുഷാരഗിരി, വെലങ്ങാട് വെള്ളച്ചാട്ടങ്ങളിലൊക്കെ പോയിട്ട് അനുഭവിച്ചിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം അത്ര നല്ലൊരു വെള്ളച്ചാട്ടമായിട്ട് ഇത് തോന്നണമെന്നില്ല. എന്നാൽ പോലും ഈ ഒരു പ്രദേശത്ത് വന്നിട്ട് ഇത് കാണാതെ പോകുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് മാത്രം നമ്മളിത് കണ്ടു. എന്തായാലും ഈ നെല്ലിയാമ്പതി മലനിരകൾക്കിടയിലുള്ള ഈ വെള്ളച്ചാട്ടം ഇവിടെ വരുന്ന സഞ്ചാരികൾക്ക്, അത് വരുന്നതിനനുസരിച്ചിട്ട്, അതായത് ഈ സ്ഥലത്തേക്ക് വരുന്ന ഒരാൾക്ക് സുന്ദര ഗ്രാമവും കണ്ട് വെള്ളച്ചാട്ടവും കാണുന്നത്. വെള്ളച്ചാട്ടത്തിന് മാത്രമായിക്കൊണ്ട് നമ്മൾ വരുന്നാൽ നമുക്കത് അത്ര വലിയ ഗുണപ്രദമാവില്ല, അത്ര വെർത്തല്ല എന്നാണ് തോന്നുന്നത്. സുഹൃത്തുക്കളെ, ഇതാണ് നമ്മുടെ താമരപ്പാടം. നേരത്തെ നമ്മൾ മഴയായതുകൊണ്ട് നമുക്കൊന്ന് മിസ്സായിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ സീതാർകുണ്ട് പോയി തിരിച്ച് വരുന്ന വഴിക്ക് കാണാമെന്ന് കരുതിയാണ്. നമുക്ക് ചുറ്റുപാട് 4 ഭാഗത്ത് പച്ചപ്പിങ്ങനെ നിറഞ്ഞിരിക്കുക. നെൽകൃഷി, മലനിരകളോളം വ്യാപിച്ച് കിടക്കുന്ന നെൽകൃഷി. എല്ലാ സ്ഥലത്തും ആൾക്കാർ, സഞ്ചാരികൾ ഫോട്ടോ ഇങ്ങനെ പകർത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് ഭംഗിയാണ് ഇത് കാണാൻ. ഇവയൊക്കെ കേവലം ഒരു ഭംഗി മാത്രമല്ല, ഇവയൊക്കെ നമ്മുടെ ഭക്ഷണത്തിന് പച്ചപ്പിങ്ങനെ അനന്തവിഹായസോളം ഇങ്ങനെ പരന്ന് കിടക്കുന്ന നെൽപ്പാടങ്ങൾ. നമ്മുടെയൊക്കെ പ്രദേശങ്ങളിൽ ഇത്രയും വലിയ നെൽപ്പാടങ്ങൾ ഇനി ഉണ്ടാവും. ഇനി ഉണ്ടെങ്കിൽ തന്നെ അവിടേക്ക് കൃഷി ചെയ്യും, ഒന്നും അറിയില്ല. എത്ര ഏക്കർ കണക്കിനാണ് ഇങ്ങനെ നെല്ല് കൃഷി ചെയ്യുന്നുള്ളത് അല്ലേ? ഒരു രക്ഷയില്ല ഇതിൻ്റെ ഭംഗി എന്ന് പറയുന്നത്. കൊല്ലങ്കോട് എത്തിയാൽ ഉച്ചയൂണ് കഴിക്കാൻ ഒരേ ഒരു പേര്, അയ്യപ്പേട്ടൻ്റെ കട. അയ്യപ്പേട്ടൻ്റെ കടയിലേക്കുള്ള യാത്രയാണ് ഇനി. അയ്യപ്പേട്ടൻ്റെ കടയിലേക്കുള്ള വണ്ടികളുടെ നീണ്ട നിരയാണിത്. ഈ സൈഡിലേക്ക് കൂടി ഒന്ന് പോയി നോക്കട്ടെ. തിരക്കാണെന്നാണ് കാണിക്കുന്നത്. ഒരുപാട് ആൾക്കാർ, ഒരുപാട് വണ്ടികളൊക്കെ ഇങ്ങനെ കാത്തുകെട്ടി കിടക്കുന്നുണ്ട്. നമ്മൾ നേരം വൈകിപ്പോയി. ഒന്ന് ശ്രമിച്ചു നോക്കാം കിട്ടുമോ എന്നുള്ളത്. കിട്ടുകയാണെങ്കിൽ കഴിക്കാം, ഇല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലേക്ക് പോകേണ്ടി വരും.
ഈ പ്രശസ്തമായ ഫുഡ് കഴിക്കാൻ പറ്റുമോ എന്നുള്ളത് നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. അതിഭീകരമായ തിരക്ക്. നമ്മുടെ ടോക്കൺ 62. അരമണിക്കൂർ 3/4 മണിക്കൂറിനടുത്ത് വെയിറ്റ് ചെയ്യേണ്ടി വരുമെന്നാണ് പറഞ്ഞത്. ഇത്രയധികം തിരക്കോട് കൂടിയിട്ട് ഭക്ഷണം കഴിച്ചൊരു സ്ഥലം വേറെ ഇല്ല. അവസാനം അയ്യപ്പൻ ചേട്ടൻ്റെ കടയിൽ നമുക്ക് ഭക്ഷണത്തിനായിട്ട് നമ്മൾ ഇരുന്നിട്ടുണ്ട്. എല്ലാവരും ഞങ്ങൾ 5 പേര് 3/4 മണിക്കൂർ നേരത്തെ കാത്തിരിപ്പിന് ശേഷമാണ് നമുക്ക് ഈ ഭക്ഷണത്തിന് കിട്ടിയിട്ടുള്ളത്. നമ്മൾ ഇവിടെ ഭക്ഷണത്തിന് വേണ്ടി ഇരുന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ അയ്യപ്പേട്ടൻ, നമ്മുടെ ഈ ഹോട്ടലിൻ്റെ ഓണർ എല്ലാമായിട്ടുള്ള അയ്യപ്പേട്ടൻ. അദ്ദേഹത്തിൻ്റെ ഇതാണ് വളരെ പ്രശസ്തമായിട്ടുള്ള ഈ പ്രദേശം. നമ്മൾ 1 മണിക്കൂറോളം കാത്തു നിന്നിട്ടാണ് നമ്മൾ ഇവിടുന്ന് നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റിയത്. വളരെ രുചികരമായ നല്ല ഭക്ഷണമായിരുന്നു. നല്ല അഫോർഡബിൾ റേറ്റുമാണ്. നല്ല ഓക്കെ, എല്ലാത്തിനും നന്ദി. അപ്പോൾ അടുത്ത സ്ഥലമായ കുടിലടത്തേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. പക്ഷേ അതിഗംഭീരമായ മഴ ഇങ്ങനെ തിമിർത്ത് പെയ്യാണ്. അപ്പോൾ നമ്മുടെ ഏറ്റവും അവസാനത്തെ സ്ഥലമാണ് കുടിലിടം. ഇവിടെയും കൂടി കവർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൊല്ലങ്കോട് നിന്ന് ഓർമ്മകൾ മാത്രം ബാക്കി വെച്ചുകൊണ്ട് നമ്മൾ തിരികെ പോവുകയാണ്. കുടിലിടത്തിലേക്ക് ഒരു കുടയിൽ അതിശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു കുടക്കീഴിൽ ഞങ്ങൾ 2 പേരും. അപ്പോൾ നമ്മൾ കുടിലിടത്തിലാണുള്ളത്. ഈ കുടിലിടത്തിൻ്റെ ഭംഗിയൊക്കെ കണ്ടോ. ഒരു കുടിൽ മാതൃകയിൽ ഒരുപാട് കുടിലുകളൊക്കെ നമുക്കിവിടെ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പണ്ട് കാലത്ത് നെൽപ്പാടങ്ങളിൽ നോക്കാൻ വേണ്ടിയിട്ട്, നെൽപ്പാടങ്ങളിലെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ വന്ന് നിൽക്കുന്ന ഇടമായിട്ടാണ് കുടിലിടം. അത്തരം കുടിലിടങ്ങളുടെ ഒരു ചെറു മാതൃകകളാണ് ഇന്നത്തെ തലമുറയ്ക്ക് വേണ്ടിയിട്ട് ഇന്നിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. മാത്രമല്ല ഇവിടെയുള്ള വലിയ നെൽപ്പാടമാണ്. ഈ നെൽപ്പാടത്തിലൊക്കെ എന്തുണ്ട് നോക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നുണ്ട്. കുടിലിടം മാതൃകയിൽ ഓരോ കുടിലുകൾ എല്ലാ സ്ഥലങ്ങളിലും, അതായത് ഓരോ നെൽപ്പാടത്തിൻ്റെ നടുവിലായിട്ട് 2-3 കുടിലിടങ്ങൾ സെറ്റപ്പ് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. അതിമനോഹരമാണ്. നമ്മുടെ പഴമയിലുള്ള ആ ഒരു രീതി ഇവിടെയും കൃത്യമായിട്ട് കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അത്തരം കുടിലിടമാണ് നമ്മളിന്ന് കാണാനായിട്ട് പോകുന്നത്. നമ്മളപ്പോൾ ഒരു കുടിലിടത്തേക്കാണ് പോകുന്നത്. പണ്ട് കാലങ്ങളിലെ ആ നെല്ലുകളൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ ഉപയോഗിച്ചിരുന്ന ഒരു കുടിലിടം. ഒന്നുമില്ല, സാധാരണ ഒരു കുടിൽ മാതൃകയിൽ സാധനം ഉണ്ടാക്കി വെക്കും. അതിപ്പോൾ നമ്മൾ ആസ്വാദനത്തിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ വരുന്ന സഞ്ചാരികൾക്കൊക്കെ വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ മുന്നിൽ കാണുന്നതാണ് ഒരു കുടിലിടം. ഒരു ചെറിയൊരു പാലമൊക്കെ കടന്നിട്ട് വേണം അങ്ങോട്ടേക്ക് കടക്കാൻ. തെറ്റിയാൽ വെള്ളത്തിലാണ്. നമ്മുടെ ഒരു കുടിലിടത്തേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. കുറച്ചു നേരം നമുക്കിവിടെ ഇരുന്ന് വിശ്രമിച്ച് ഈ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. അപ്പോൾ കുടിലിടങ്ങൾ, വയലുകളിൽ നിന്നുള്ള ഒരുപാട് കുടിലിടങ്ങൾ നമുക്ക് ഇങ്ങനെ കാണാം. ഒരുപാട് സഞ്ചാരികൾ ഇങ്ങനെ ആ കുടിലിടത്തിൽ നിന്ന് മഴയൊക്കെ ആസ്വദിച്ച് ഒക്കെ ഇങ്ങനെ വളരെ പ്രകൃതി മനോഹരമായിട്ട് നമ്മുടെ കൂടെ തന്നെ നല്ല മഴയും വൈബും ഒക്കെ ആയിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഇത്തരം കുടിലിടങ്ങളിലും ഇത്തരം നെൽപ്പാടങ്ങളിലൊക്കെ പോയിട്ട് നിൽക്കാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ നമ്മുടെ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം നൽകുന്ന സംഭവം. പുറത്ത് അതിശക്തമായി മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. കൊല്ലങ്കോടിൻ്റെ സൗന്ദര്യം ഇനിയും ഒരുപാട് ബാക്കി കിടക്കുകയാണ്. എന്നിരുന്നാലും നമുക്ക് മടങ്ങിയല്ലേ പറ്റൂ. ഈ സൗന്ദര്യവും ഈ പ്രകൃതിയുടെ അനുഗ്രഹവും ഒക്കെ എന്നും കാത്തു സൂക്ഷിക്കാൻ ഈ കൊല്ലങ്കോടിന് കഴിയട്ടെ. അതേപോലെ ഈ കൊല്ലങ്കോടിൻ്റെ സൗന്ദര്യം നമ്മളെ മനസ്സിലുണ്ടാക്കിയിട്ടുള്ള ഒരു നിർവൃതിയുണ്ട്. യാത്രകൾ എന്നും മനോഹരമാക്കുന്നത് ഇത്തരം ആത്മസംതൃപ്തികൾ കൊണ്ടാണ്. കൊല്ലങ്കോടിന് മനസ്സിൽ നിന്ന് 1000 നന്ദികൾ നേരുന്നു.